എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് വെട്ടം എന്ന സിനിമ റിലീസാവുന്നത്. അന്ന് എൻ്റെ അമ്മാവൻ ആ സിനിമ കൊണ്ടുപോയി കാണിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നു. ദിലീപ്, കലാഭവൻ മണി, ബിന്ദു പണിക്കർ, നെടുമുടി വേണു, ഇന്നസെന്റ് എന്നിവരുടെ കോമഡി രംഗങ്ങൾ ഇന്നും ഓർത്ത് ചിരിക്കാവുന്ന രംഗങ്ങളാണ്. എന്തുകൊണ്ടോ ആ സിനിമ അന്ന് പരാജയത്തിലേക്ക് കൊണ്ടുപോയി. പക്ഷേ പിന്നീട് TV-യിൽ വന്നപ്പോഴാണ് സിനിമ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ സിനിമ അന്ന് പരാജയപ്പെട്ടു പോയെന്ന് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. മലയാള സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു ആ സിനിമയ്ക്കുണ്ടായത്. ഉദയകൃഷ്ണനും CPK തോമസുമാണ് ആ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിയത്. പ്രിയദർശനാണ് സിനിമ സംവിധാനം ചെയ്തത്. പ്രിയദർശൻ്റെ സ്ഥിരം ശൈലിയിലുള്ള വളരെ മികച്ച കോമഡി രംഗങ്ങളാണ് സിനിമയിലുള്ളത്. അത് ദിലീപും കലാഭവൻ മണിയൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. മറുനാട്ടിലെ ഭാവന എന്ന നടിയും എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം തന്നെയാണ്. വളരെ നന്നായിട്ട് തന്നെ അവർ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ ആ സിനിമ വീണ്ടും തിയേറ്ററുകളിലേക്ക് വരാൻ പോകുന്നു എന്നൊരു വാർത്ത കേൾക്കുകയുണ്ടായി. അന്ന് ഈ സിനിമ പരാജയപ്പെട്ടുവെങ്കിൽ ഇന്ന് അതൊരു വലിയ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സിനിമയെ പോലെ തന്നെ സിനിമയിലെ ഗാനങ്ങളും വളരെ മികച്ചതായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം എന്ന് പറയുന്നത് മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും എന്ന ഗാനമാണ്. തൊട്ടുപിറകെ ഒരു കാതിലോല ഞാൻ കട്ടിയില്ല എന്ന ഗാനവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്. സിനിമയിലെ എല്ലാതരം ഗാനങ്ങളും മികച്ച ഗാനങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ 2 ഗാനങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പം വെട്ടമെന്ന സിനിമ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.